ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് കണ്ണൻ്റെ മറ്റൊരു കഥ കേൾക്കാം. കണ്ണൻ രാവിലെ തന്നെ കാലികളെ മേയ്ക്കാൻ ഗോപബാലകരോടൊപ്പം പോയിരിക്കുകയാണ്. കണ്ണനും ചങ്ങാതിമാരും പാട്ടുകൾ പാടി രസിച്ച് കാലികളെയും തെളിച്ച് യമുനയുടെ തീരത്തെത്തി. അവിടെ യമുനയുടെ തീരത്ത് ചെറുവനങ്ങളിൽ നിറയെ ഇളം പുല്ലുകളുള്ള പുൽമേടുകളിൽ കാലികളെ മേയാൻ വിട്ടു. ശേഷം കണ്ണനും ചങ്ങാതിമാരും കളികളിലേർപ്പെട്ടു. പശുക്കൾ തീറ്റ തേടി അധിക ദൂരം പോകില്ല. കാരണം അവർ എവിടെ നിന്നാലും അവർക്ക് കണ്ണനെ കാണണം. അതനുസരിച്ചേ നിൽക്കൂ. പശുക്കൾ എപ്പോഴും ചെവി ഉയർത്തിപ്പിടിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവയ്ക്ക് സദാ കണ്ണൻ്റെ ശബ്ദം കേൾക്കണം. കണ്ണനും ചങ്ങാതിമാരും ഓടിത്തൊട്ട് കളിക്കുകയാണ്. ഇടയ്ക്കിടെ രാമൻ കണ്ണനെ ശ്രദ്ധിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, കണ്ണാ, അകലേക്ക് ഓടരുത് കേട്ടോ. കണ്ണൻ രസിച്ച് കളിക്കുകയാണ് ചങ്ങാതിമാരോടൊപ്പം. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലന്മാർ ക്ഷീണിച്ചു. ഭക്ഷണം കഴിക്കാൻ മധ്യാഹ്നമായതുമില്ല. ചങ്ങാതിമാർ ചോദിച്ചു, കണ്ണാ, നമ്മൾ കളിയിൽ ശ്രദ്ധിച്ചതിനാൽ പൈക്കളെ ശ്രദ്ധിച്ചില്ല. കൂട്ടം തെറ്റിപ്പോയോ പശുക്കൾ? പോയി നോക്കിയാലോ? അപ്പോൾ കണ്ണൻ അവരോട് പറഞ്ഞു, ചങ്ങാതിമാരെ, എല്ലാവരും അവിടെ ഇരിക്കുവിൻ, ഞാൻ പൈക്കളെ വിളിക്കാം. ഓരോ പശുവിനും ഓരോ പേരുകളുണ്ട്. കണ്ണൻ ഓടക്കുഴലെടുത്ത് വായിക്കാൻ തുടങ്ങി. പൂവാലിപ്പയ്യെ, സുന്ദരി, പുള്ളിപ്പയ്യെ, ശിങ്കാരി, ഇങ്ങനെ കണ്ണൻ ഓടക്കുഴലിലൂടെ ഓരോരുത്തരുടെയും പേരുകൾ വിളിച്ചു. കണ്ണൻ്റെ വേണുഗാനം കേട്ടതും പൈക്കളെല്ലാം തീറ്റ മതിയാക്കി കണ്ണൻ അരികിലേക്ക് ഓടിയെത്തി. കണ്ണൻ അവരോട് ചോദിച്ചു, എല്ലാവരും എത്തിയോ? അതിനവർ പ്രത്യേക ശബ്ദമുണ്ടാക്കി മറുപടി നൽകി. കണ്ണൻ്റെ പ്രിയ പൂവാലി കണ്ണനെ തന്നെ നോക്കി നിന്നിട്ട് മുന്നോട്ട് നടന്ന് കണ്ണനോട് ചേർന്ന് നിന്നു. പൂവാലിക്കറിയാം കണ്ണന് വിശക്കുന്നുണ്ടെന്ന്. പൂവാലി മുഖം ചേർത്ത് കണ്ണനെ ഒന്ന് മുട്ടി. പിന്നെ കണ്ണൻ്റെ കയ്യിലൊന്ന് നക്കി. അപ്പോൾ കണ്ണൻ എന്താ സുന്ദരി എന്ന് ചോദിച്ച് പശുവിൻ്റെ മുഖത്തു നോക്കി. അപ്പോൾ പൂവാലി പാൽ ചുരത്താൻ തുടങ്ങി. കണ്ണൻ പറഞ്ഞു, എനിക്ക് മാത്രമല്ല, എൻ്റെ ചങ്ങാതിമാർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ പശുക്കളെല്ലാം പാൽ ചുരത്താൻ തുടങ്ങി. കണ്ണനും ചങ്ങാതിമാരും വയർ നിറയെ പാൽ കുടിച്ചു. പിന്നെ കുറച്ചു നേരം വിശ്രമിച്ചു. അതിനുശേഷം വീണ്ടും കണ്ണനും ചങ്ങാതിമാരും കളിക്കാൻ തുടങ്ങി. പശുക്കൾ പുല്ല് മേയാനും തുടങ്ങി. മധ്യാഹ്നമായപ്പോൾ പൈക്കൾ യമുനയിൽ നിന്ന് വെള്ളവും കുടിച്ച് കണ്ണനെ കാണുന്ന രീതിയിൽ യമുനാ തീരത്ത് വിശ്രമിക്കാനായി കിടന്നു. കണ്ണനും ചങ്ങാതിമാരും ഊണ് കഴിക്കാനിരുന്നു. ചങ്ങാതിമാർക്കെല്ലാം കണ്ണനെ കാണണം. അതുകൊണ്ട് എല്ലാവരും വട്ടത്തിലിരുന്നാണ് ഊണ് കഴിക്കുന്നത്. എല്ലാവരും അവരവരുടെ ഭക്ഷണപ്പൊതി നിവർത്തി കഴിക്കാനിരുന്നു. അവരവരുടെ ആഹാരത്തിൽ നിന്നും ഉരുള ഉരുട്ടി കണ്ണന് കൊടുക്കണം. ചങ്ങാതിമാർ കണ്ണന് ഉരുള ഉരുട്ടി കൊടുക്കുവാൻ മത്സരിക്കുകയാണ്. കണ്ണാ, ഇത് കഴിക്കൂ, കണ്ണാ, ഇത് കഴിക്കൂ. കണ്ണൻ എല്ലാവരിൽ നിന്നും ഉരുള വാങ്ങി കഴിക്കുകയാണ്. കണ്ണൻ തമാശ പറയുന്നുണ്ട്. അത് കേട്ട് ചങ്ങാതിമാർ ചിരിക്കുകയാണ്. ആ ആനന്ദകരമായ കാഴ്ച കാണേണ്ടത് തന്നെ. അപ്പോൾ അവിടെ എത്തിയ ദുർവാസാവ് മഹർഷി ഈ കാഴ്ച കാണാൻ ഇടയായി. അദ്ദേഹത്തിന് ആകെ സംശയമായി. ഇത് ജഗന്നാഥനായ ഭഗവാൻ തന്നെയാണോ, അതോ നന്ദരാജൻ്റെ പുത്രനായ ഒരു ഗോപബാലകനോ? ഭഗവാന്റെ മായ ദുർവാസാവ് മഹർഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഊണ് കഴിഞ്ഞ് ഭഗവാൻ വിശ്രമിക്കുകയാണ്. ഒരു ബാലൻ്റെ മടിയിൽ തല വെച്ച് കണ്ണൻ കിടക്കുന്നു. ചില ചങ്ങാതിമാർ കണ്ണന് വീശിക്കൊടുക്കുന്നു. കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും കളിക്കാൻ തുടങ്ങി. മൽപ്പിടുത്തം നടത്തി മണ്ണിൽ കിടന്ന് ഉരുളുകയാണ് കണ്ണനും ചങ്ങാതിമാരും. ഇടയ്ക്ക് ദുർവാസാവ് മഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ മടിയിൽ വന്നിരിക്കുകയും കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇത് കണ്ട മഹർഷി ചിന്തിച്ചു, ഇത് നന്ദരാജൻ്റെ മകനായ ഗോപബാലകൻ തന്നെ. പുരുഷോത്തമനായ ഭഗവാൻ ആണ് ഈ ബാലകനെങ്കിൽ ഈ ഗോപബാലകരോടൊപ്പം ഇങ്ങനെ മണ്ണിൽ കിടന്നുരുളുകയും ഇത്രയും അശുദ്ധമായ ഭക്ഷണം ആ ബാലന്മാരിൽ നിന്ന് വാങ്ങിക്കഴിക്കുകയും ചെയ്യുമോ? ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഇങ്ങനെ ചിന്തിച്ച ദുർവാസാവ് മഹർഷിയെ നോക്കി ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. മഹർഷി ഭഗവാന്റെ മായയിൽ അകപ്പെട്ടു. ഭഗവാനെ, അവിടുത്തെ മായയെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? ദുർവാസാവ് മഹർഷി ഭഗവാന്റെ മായയിൽ അകപ്പെട്ട കഥയുമായി നാളെ വരാം കേട്ടോ. സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു.